എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിഗ്രി തേർഡ് ഇയറിന് പഠിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം, ഇനി എന്ത് ചെയ്യും? എൻ്റെ മുമ്പിലുണ്ടായ ഏറ്റവും വലിയ ഓപ്ഷൻ BEd ആയിരുന്നു. അതിനിടയ്ക്കാണ് പത്രത്തിൽ ഒരു ന്യൂസ് കണ്ടത്. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ആ ന്യൂസ് അറിഞ്ഞപ്പോൾ എനിക്കും ഒരാഗ്രഹം, JNUവിൽ PGക്ക് പഠിക്കണം, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണം. ഡിഗ്രി എക്സാം കഴിഞ്ഞു. പിന്നീട് 2 മാസം വെക്കേഷനാണ്. ഏപ്രിൽ മാസത്തിൽ വീട്ടിലേക്ക് വന്നാൽ പഠനം നടക്കില്ലെന്ന് എനിക്കറിയാം. അന്ന് ഞാൻ ഹോസ്റ്റലിൽ തന്നെ തങ്ങി. ഏപ്രിൽ മാസം ഹോസ്റ്റൽ അവധിയായതിനാൽ മെസ്സ് ഉണ്ടാവാറില്ല. പിന്നൊരു മാസം എങ്ങനെ പിടിച്ചു നിൽക്കും? ഇത് വലിയൊരു ചോദ്യചിഹ്നമായി എൻ്റെ മനസ്സിൽ ഉയർന്നു. കാരണം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം, അതിനുള്ള പണം കയ്യിലില്ല താനും. അങ്ങനെ ഞാൻ ഒരു തീരുമാനത്തിലെത്തി. ഒരു മാസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് എക്സാമിന് വേണ്ടി പഠിക്കണം, എൻട്രൻസിന് വേണ്ടി പഠിക്കണം. അങ്ങനെ ഒരു മാസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് എൻട്രൻസിന് വേണ്ടി പഠിച്ചു. ഒരു മാസം തീവ്രമായ പഠനം. മെയ് മാസമായപ്പോൾ എക്സാമായി. എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതി, റിസൾട്ട് വന്നു. എൻട്രൻസ് എക്സാം ഞാൻ ക്വാളിഫൈ ചെയ്തു. എനിക്ക് JNUവിൽ അഡ്മിഷൻ കിട്ടി. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു JNUവിൽ പഠിക്കുക എന്നുള്ളത്. അഡ്മിഷൻ കിട്ടിയപ്പോൾ മറ്റു ചില പ്രശ്നങ്ങൾ തലപൊക്കാൻ തുടങ്ങി. കേരളത്തിലെ കോളേജുകളിൽ എവിടെ പഠിച്ചാലും നമുക്ക് നല്ല സഹായം കിട്ടും, മറ്റുള്ളവരുടെ ഹെൽപ്പ് കിട്ടും. എന്നാൽ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ സഹായം കിട്ടുക എന്നുള്ളത് പ്രയാസകരമാണ്. ഇതാണ് എല്ലാവരും എന്നോട് പറഞ്ഞത്. നീ ഡൽഹിയിൽ എങ്ങനെ പോകും? അവിടെ എങ്ങനെ പഠിക്കും? നിന്നെ സഹായിക്കാൻ അവിടെ ആരുണ്ട്? ഇങ്ങനെ പല ചോദ്യങ്ങളും എനിക്ക് നേരെ പാഞ്ഞു വന്നു. പക്ഷേ എൻ്റെ ആത്മവിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. എനിക്ക് ശക്തമായ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു, ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ എവിടെ പോയാലും അതിജീവിക്കും എന്നുള്ളത്. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു. ആരെന്ത് തന്നെ പറഞ്ഞാലും, ആര് എങ്ങനെ തന്നെ നിരാശപ്പെടുത്തിയാലും ഞാൻ ഡൽഹിയിൽ പോകും, 2 വർഷം PG ചെയ്യും. അങ്ങനെ ഞാൻ PGക്ക് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴും എൻ്റെ ഉമ്മയും എൻ്റെ മറ്റു കുടുംബാംഗങ്ങളും എൻ്റെ കൂടെ നിന്നു. അവർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻട്രൻസ് കിട്ടി. JNUവിൽ നിന്നും എനിക്ക് ഒരു ലെറ്റർ വന്നു, അഡ്മിഷൻ എടുക്കണം. അങ്ങനെ ഞാൻ ഡൽഹിയിലേക്ക് ട്രെയിൻ കയറുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്. അന്ന് എൻ്റെ കൂടെ എൻ്റെ മൂത്തമ്മാൻ്റെ മകനും ഉണ്ടായിരുന്നു. അവൻ ബോംബെയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഡൽഹിയിലേക്ക് ട്രെയിൻ കയറി. നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ്. ഏകദേശം 48 മണിക്കൂർ ട്രെയിനിലിരുന്നു. നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായി കാലുകുത്തി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കാലുകുത്തുന്നത്. അവിടെ നിന്നും ഒരു ടാക്സി വിളിച്ച് JNUവിലെത്തിയപ്പോൾ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു. അവിടെ ഒരു മലയാളിയെ കാണുന്നു. ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവനെ കണ്ടു. അവൻ ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ അഡ്മിഷൻ എടുത്തു. 1-2 ദിവസം എൻ്റെ മൂത്തമ്മാൻ്റെ മകൻ്റെ കൂടെ നിന്ന് അങ്ങനെ അവൻ പിന്നീട് തിരിച്ചു പോയി. പിന്നീടാണ് അവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. മറ്റുള്ളവർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ സഹായിക്കുന്നത് പോലെ സഹായിക്കാനൊന്നും ഈ ക്യാമ്പസിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ തനിച്ച് ക്ലാസ്സിൽ പോകണം, തിരിച്ച് ഹോസ്റ്റലിൽ വരുന്നു, എല്ലായിടത്തും തനിച്ച് പോകണം. ഹോസ്റ്റലിൽ നിന്നും ഏകദേശം 15-20 മിനിറ്റ് നടന്നാൽ ഡിപ്പാർട്ട്മെൻറ്റിലെത്താം. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അല്പം നടന്നാൽ ലൈബ്രറിയിലെത്താം. അത് വലിയൊരു വിശാലമായ ക്യാമ്പസാണ്. ഒരുപാട് നടക്കണം, ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിലും ലൈബ്രറിയിലേക്കാണെങ്കിലും. ഫസ്റ്റ് ദിവസം എനിക്കവിടുത്തെ ഭക്ഷണം ഒട്ടും പിടിക്കുമായിരുന്നില്ല. ഫസ്റ്റ് ദിവസം രാവിലെ, കാരണം എനിക്ക് റൂട്ടൊന്നും ഒരു ഐഡിയയുമില്ല. കാരണം ആദ്യമായി എത്തിയതാണ്, വഴികളെക്കുറിച്ചൊന്നും ധാരണയില്ല. ഹോസ്റ്റ് റൂമിൽ നിന്നും ഒരുവിധം മെസ്സാളിൽ ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മെസ്സാളിലെത്തി. ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ എന്ത് പറയണം? കാരണം ഹിന്ദി എനിക്ക് അത്ര അറിവുണ്ടായിരുന്നില്ല. മലയാളം മീഡിയത്തിൽ നിന്നും നേരെ ഹിന്ദി മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പറിച്ച് നടപ്പെട്ട എനിക്ക് വലിയൊരു അറിവ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മെസ്സാളിലെത്തി. എങ്ങനെ ചോദിക്കും, എന്ത് ചോദിക്കും? അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരാൾ അവിടെ സപ്ലൈ ചെയ്യുന്ന ആളെ വിളിച്ചു. എന്നിട്ട് ഹീസ് എ വിഷ്വലി ഇംപയർഡ് സ്റ്റുഡൻറ്റ്. അങ്ങനെ ഇവൻ പറഞ്ഞപ്പോൾ ഒരാൾ ഒരു പ്ലേറ്റുമായി എൻ്റെ മുമ്പിലെത്തി. അതിൽ അന്നുണ്ടായിരുന്ന ഊത്തപ്പം ഒരു ദോശപാലത്തെ സാധനമായിരുന്നു. ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു അച്ചാറും. അങ്ങനെ ആ ഭക്ഷണം ഒരുവിധം കഴിച്ചു തീർത്തു. കാരണം ഇനി ഡൽഹിയിലെ ഭക്ഷണവുമായി അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു. ഇതുവരെ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായ ഭക്ഷണം.
പച്ചരിയുടെ ചോറ്, ദാല്, ചപ്പാത്തി, ഇങ്ങനെ തികച്ചും നോർത്ത് ഇന്ത്യൻ ഫുഡ്. അതിനോട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ മാനസികമായി തീരുമാനിക്കുകയാണ്. അവിടുത്തെ ഭക്ഷണം കഴിഞ്ഞു. ഞാൻ നേരെ ക്ലാസ്സിലേക്ക്. പതിവ് പോലെ ഞാൻ ഗേറ്റിന് മുമ്പിൽ നിന്നു. ആരെങ്കിലും ക്ലാസ്സിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. കാരണം ഒറ്റയ്ക്ക് എനിക്ക് വഴി അറിയില്ല, പരിചയമായിട്ടില്ല. ആരെങ്കിലും സഹായം കിട്ടുമോ? ഞാനിങ്ങനെ കാത്തു നിന്ന് ആരെങ്കിലുമൊക്കെ സഹായിക്കും. പക്ഷേ ഗേറ്റിൽ മുമ്പിലൂടെ പോകുന്ന പല ആളുകളെയും ഞാൻ വിളിച്ചു, ക്യാൻ യു ഹെൽപ്പ് മീ? ആരും തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. കുറേ നിന്നപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു, ഇനി സ്വന്തം നടന്നു പോകാം. കാരണം ഇനി ആരെങ്കിലും കിട്ടി വരുമ്പോഴേക്ക് ക്ലാസ് തുടങ്ങും. അങ്ങനെ ഞാനിങ്ങനെ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി. ആദ്യ ദിവസം കുറേ നടന്നപ്പം ആന്യുവിൻ്റെ പ്രത്യേകത, പല ഭാഗത്തും സെക്യൂരിറ്റീസ് ഉണ്ടാവും. അങ്ങനെ നടന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, സീതെ. ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഞാൻ സീതെ നേരെ നടന്നു കൊടുത്തു. അന്വേഷിച്ച് ഞാൻ ഏകദേശം മുമ്പിൽ എത്താറായിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒരാൾ പറഞ്ഞു സീതെ. അങ്ങനെ നടന്ന് നേരെ പോയി ചാടിയത് വലിയൊരു കുണ്ടിലേക്കായിരുന്നു. അപ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് എല്ലാം ഓടി വന്ന് എന്നെ രക്ഷപ്പെടുത്തി. വീണ്ടും ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. ഏകദേശം ഒരാഴ്ചയോളം വളരെ ദുരിതകരമായ ജീവിതം. കാരണം നമ്മൾ വിചാരിച്ച രീതിയിൽ ആരും സഹായിക്കാനില്ല. സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യണം, സ്വന്തമായി നടക്കണം, സ്വന്തമായി ഒരു സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ട്. അതിനൊരു വെല്ലുവിളിയായി തന്നെ ഞാൻ സ്വീകരിക്കുകയുണ്ടായി. ഒരിക്കലും അത് എനിക്ക് ഒരു നിരാശയായിട്ടോ അല്ലെങ്കിൽ എന്നെ ഒരിക്കലും തളർത്തുകയോ ചെയ്തിട്ടില്ല. ഞാനതിനെ വെല്ലുവിളിയായി സ്വീകരിച്ചു. ഞാനിവിടെ പഠിക്കും, ഞാനിവിടെ അതിജീവിക്കും. 2 വർഷം പഠിച്ച് PG കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകും. അങ്ങനൊരു വാശി എൻ്റെ ഉള്ളിലുണ്ടായി. പക്ഷേ എന്തുകൊണ്ടോ പിന്നീട് ഒരു വലിയൊരു ദുരന്തം എന്നെ തേടിയെത്തുകയുണ്ടായി. അത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.